എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന ബുക്കിലെ 14th ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. ചാപ്റ്ററിൻ്റെ പേരാണ് തീസരി കസം കെ ശില്പകാർ ശൈലേന്ദ്ര. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മൗഖിക് നിമ്നലിഖിത് പ്രശ്നോ കെ ഉത്തർ 1-2 പങ്ക്തിയോ മേ ദീജിയെ, 1-2 വരികളിൽ ആൻസർ എഴുതാനുള്ളതാണ്. तीसरी कसम फिल्म को कौन कौन से പുരസ്കാരവും से സമ്മാനിത് കിയാ ഗയാ ഹെ. തീസരി കസം എന്ന മൂവിക്ക് എന്തൊക്കെ പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? രാഷ്ട്രപതി സ്വർണ്ണ പദക് സെ സമ്മാനിത്, രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ട്. ബംഗാൾ ഫിലിം ജേർണലിസ്റ്റ് അസോസിയേഷൻ ദ്വാര സർവശ്രേഷ്ഠ ഫിലിം കോ പുരസ്കാർ, ബംഗാൾ ഫിലിം ജേർണലിസ്റ്റ് അസോസിയേഷനിൽ നിന്ന് സർവശ്രേഷ്ഠ ഫിലിം, ഏറ്റവും നല്ല ഫിലിം എന്നുള്ളതിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ മോസ്കോ ഫിലിം ഫെസ്റ്റിവൽ ഭി യഹ് പുരസ്കൃത് ഹുയി ഹെ, മോസ്കോ ഫിലിം ഫെസ്റ്റിവലിലും ഇതിന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശൈലേന്ദ്രനെ കിतनी ഫിലിമേ ബനായി, ശൈലേന്ദ്ര എത്ര ഫിലിം നിർമ്മിച്ചിട്ടുണ്ട്? ശൈലേന്ദ്രനെ അപ്നെ ജീവൻ മേ കേവൽ ഏക് ഹി ഫിലിം കാ നിർമ്മാൺ കിയ, ശൈലേന്ദ്ര തൻ്റെ ജീവിതത്തിൽ വെറും ഒരു ഫിലിം മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. തീസരി കസം ഹി ഉൻകി പഹലി വ അന്തിം ഫിലിം തീ, തീസരി കസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഫിലിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ് കപൂർ ദ്വാര നിർദ്ദേശിത് കുച്ച് ഫിലിമോ കെ നാം ബതായിയെ, രാജ് കപൂർ ഡയറക്റ്റ് ചെയ്ത, നിർദ്ദേശിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്ത കുറച്ച് ഫിലിമിൻ്റെ പേര് പറയാൻ പറഞ്ഞിരിക്കുകയാണ്. മേരാ നാം ജോക്കർ, അജന്ത, മേ ഓർ മേരാ ദോസ്ത്, സത്യം ശിവം സുന്ദരം, സംഗം, പ്രേം രോഗ്, ഇതൊക്കെയാണ് രാജ് കപൂർ ഡയറക്റ്റ് ചെയ്ത മൂവീസ്. नेक्स्ट क्वेश्चन, तीसरी कसम फिल्म के नायक व नायिकाओं के नाम बताइए और फिल्म में इन्होंने किन पात्रों का अभिनय किया है. തീസരി കസം എന്ന ഫിലിമിലെ നായകൻ്റെയും നായികയുടെയും പേര് പറയണം. പിന്നെ ഫിലിമിൽ ഇവർ ഏത് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. തീസരി കസം ഫിലിം കെ നായക് രാജ് കപൂർ और नायिका വഹിദ റഹ്മാൻ थी. തീസരി കസം ഫിലിമിലെ നായകൻ രാജ് കപൂറും നായിക വഹിദ റഹ്മാനുമായിരുന്നു. രാജ് കപൂറിനെ ഹീരാമൻ ഗാഡിവാൻ കാ അഭിനയ കിയാ ഹെ, രാജ് കപൂർ ഹീരാമൻ എന്ന ക്യാരക്ടറായിട്ട് ഒരു വണ്ടിക്കാരനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. और വഹിദ റഹ്മാനെ നോട്ടങ്കി കലാകാർ ഹീരാബായി കാ അഭിനയ കിയാ ഹെ, പിന്നെ വഹിദ റഹ്മാൻ നോട്ടങ്കി കലാകാർ, നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് ഹീരാബായി എന്ന പേരിലാണ് അഭിനയിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിലിം തീസരി കസം കാ നിർമ്മാൺ കിസ്നെ കിയാ ഥാ, ഫിലിം തീസരി കസമിൻ്റെ നിർമ്മാണം ആരാണ് നിർമ്മിച്ചത്? ശില്പകാർ ശൈലേന്ദ്രനാണ് നിർമ്മിച്ചിരിക്കുന്നത്. नेक्स्ट क्वेश्चन, राज कपूर ने मेरा नाम जोकर के निर्माण के समय किस बात की कल्पना भी नहीं की थी. രാജ് കപൂർ മേരാ നാം ജോക്കർ എന്ന ഫിലിം നിർമ്മിക്കുന്ന സമയത്ത് ഏത് കാര്യത്തിനെ പറ്റിയിട്ടാണ് തികച്ചും അങ്ങനെ സങ്കല്പിച്ചിട്ടേ ഇല്ലാത്തത്, അങ്ങനെ തികച്ചും ആലോചിച്ചിട്ടേ ഇല്ലാത്തത്? കൽപ്പന കർണ, ആലോചിച്ചിട്ടില്ല. രാജ് കപൂറിനെ മേരാ നാം ജോക്കർ കെ നിർമ്മാൺ കെ സമയ കൽപ്പന ബി നഹി കി थी कि രാജ് കപൂർ മേരാ നാം ജോക്കർ എന്ന ഫിലിം നിർമ്മിക്കുന്ന സമയത്ത് തീർത്തും കൽപ്പന നഹി കി പറഞ്ഞാൽ സങ്കല്പിച്ചിട്ടേ ഇല്ല എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഫിലിം കെ പെഹലെ ഭാഗ് കെ നിർമ്മാൺ മേ ഹി 6 സാൽ കാ സമയ ലഗ് ജായേഗ, ആ ഫിലിമിൻ്റെ ആദ്യത്തെ ഭാഗം, ആദ്യത്തെ ഒരു പോർഷൻ നിർമ്മിക്കാൻ തന്നെ 6 വർഷം സമയം എടുക്കും എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ് കപൂർ की किस बात पर शैलेंद्र का चेहरा मुरझा गया. രാജ് കപൂർ പറഞ്ഞ ഏത് കാര്യം കേട്ടിട്ടാണ് ശൈലേന്ദ്രൻ്റെ മുഖം വാടിപ്പോയത്? മുർജാന എന്ന് വെച്ചാൽ വാട്, അതിൻ്റെ അർത്ഥം നിരാശ തോന്നിയത്. तीसरी कसम फिल्म की कहानी सुनकर राज कपूर ने पारिश्रमिक अഡ്വാൻസ് देने की बात कही. തീസരി കസം ഫിലിമിൻ്റെ കഥ കേട്ടിട്ട് രാജ് കപൂർ അദ്ദേഹത്തിൻ്റെ പാരിശ്രമിക് അഡ്വാൻസ് എന്ന് വെച്ചാൽ ആ പ്രതിഫലത്തിൻ്റെ അഡ്വാൻസ് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇസ് ബാത് പർ ശൈലേന്ദ്ര കാ ചെഹറ മുർജാ ഗയ, ഈ കാര്യം കേട്ടിട്ടാണ് ശൈലേന്ദ്രൻ്റെ മുഖം വാടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിലിം സമീക്ഷക് രാജ് കപൂർ കോ കിസ് തര കാ കലാകാർ മാൻതേ തേ. ഫിലിം സമീക്ഷക്, ഫിലിം റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ, അത് ഒബ്സർവ് ചെയ്ത് റിവ്യൂ പറയുന്ന ആൾക്കാർ രാജ് കപൂറിനെ എങ്ങനെയുള്ള കലാകാരനായിട്ടാണ് വിശ്വസിച്ചിരുന്നത്? फिल्म समीक्षक राज कपूर को कला मर्मज्ञ एवं आंखों से बात करने वाला कुशल अभिनेता मानते थे. ഫിലിം സമീക്ഷക്, ഫിലിം റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ രാജ് കപൂറിനെ കലാമർമ്മജ്ഞ ആയിട്ടും പിന്നെ ആങ്കോസെ ബാത് കർനെ വാല, കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു അഭിനേതാവായിട്ടാണ് വിശ്വസിച്ചിരുന്നത്. കലാമർമ്മജ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലയെ വളരെയധികം അടുത്ത അറിയുന്ന, കലയുടെ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി എല്ലാം അറിയുന്ന ഒരാൾ, അതിൻ്റെ അർത്ഥം. നെക്സ്റ്റ് 25 to 30 വേർഡ്സിൽ ആൻസർസ് എഴുതാനുള്ളതാണ്. തീസരി കസം ഫിലിം കോ സെല്ലുലോയിഡ് പർ ലിഖി കവിത ക്യൂ കഹാ ഗയാ ഹെ. തീസരി കസം എന്ന ഫിലിമിനെ സെല്ലുലോയിഡിൽ എഴുതിയ കവിത എന്ന് എന്തുകൊണ്ടാണ് പറയപ്പെടുന്നത്? തീസരി കസം ഫിലിം കോ സെല്ലുലോയിഡ് പർ ലിഖി കവിത
അർത്ഥാത് തീസ്രി കസം എന്ന ഫിലിമിനെ സെല്ലുലോയിഡിൽ എഴുതിയ കവിത അർത്ഥാത് മീൻസ് ക്യാമറ की रील में उतार कर चित्र पर प्रस्तुत करना. അതിൻ്റെ അർത്ഥം എന്താണ്? സെല്ലുലോയിഡ് पर लिखी കവിത എന്നുള്ളതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ക്യാമറയുടെ റീലിൽ നിന്ന് ചിത്ര पर प्रस्तुत करना, ചിത്രമാക്കി മാറ്റുക. ക്യാമറയുടെ റീലില്ലേ, ഇങ്ങനെ ബ്ലാക്ക് കളറിൻ്റെ നീളത്തിൽ റീൽസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ നിന്ന് അതിനെ ചിത്രമാക്കി മാറ്റുക, സ്ക്രീനിലേക്ക് മാറ്റുക. ഇസിലിയെ കഹാ ഗയാ ഹെ ക്യൂങ്കി, എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ യഹ് വഹ ഫിലിം ഹെ, ഇത് ആ ഫിലിമാണ് ജിസ്നെ ഹിന്ദി സാഹിത്യക്ക് ഏക് അത്യന്ത് മാർമിക് കൃതിക്കോ സെല്ലുലോയിഡ് പർ സാർത്ഥകത സെ ഉത്താര. എങ്ങനെയുള്ള മൂവിയാണിത്? ഹിന്ദി സാഹിത്യത്തിലെ അത്യന്തമായിട്ടുള്ള മാർമിക് കൃതി, ഹൃദയത്തെ തൊടുന്ന വളരെ ഹൃദയത്തെ തൊടുന്ന ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കൃതി, അങ്ങനെയുള്ള ഒരു കൃതിയെ സെല്ലുലോയിഡിൽ വളരെ മീനിങ് എടുത്ത് കാണിച്ച ഒരു കൃതിയാണിത്. ഇസ്ലിയെ യഹ് ഫിലിം നെഹി ബൽക്കി സെല്ലുലോയിഡ് പർ ലിഖി കവിത തി. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ഫിലിമല്ല, സെല്ലുലോയിഡിൽ എഴുതിയ ഒരു കവിതയാണ് എന്ന്. സാധാരണ ഫിലിമിൻ്റെ സ്റ്റോറീസൊക്കെയാണ് ആ സെല്ലുലോയിഡിൽ ഉണ്ടാവുക, പക്ഷേ ഇതൊരു കവിതയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തീസ്രി കസം ഫിലിം കോ ഖരീദാർ ക്യൂ നെഹി മിൽ രഹേ തേ. തീസ്രി കസം എന്ന ഫിലിം വാങ്ങിക്കുകയും എന്തുകൊണ്ട് കിട്ടിയിരുന്നില്ല? ഖരീദാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കിട്ടിയിരുന്നില്ല. इस फिल्म में किसी भी प्रकार के अनावश्यक मसाले जो फिल्म के पैसे वसूल करने के लिए आवश्यक होते हैं नहीं डाले गए थे. ഈ ഫിലിമിൻ്റെ പൈസ വസൂൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള മസാലകൾ പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും നെഹി ഡാലെ ഗയെ തേ, ഉൾപ്പെടുത്തിയിരുന്നില്ല. പറഞ്ഞാൽ എന്താണ്? സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന അന്നത്തെ കാലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആ ഫിലിമിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. ആവശ്യമില്ലാത്ത, ഒരർത്ഥവും ഇല്ലാത്ത, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ എന്താണ്? ജനങ്ങൾ അട്രാക്റ്റ് ആവാൻ സാധ്യതയില്ല, മാത്രമല്ല അപ്പോൾ കാണില്ല, അപ്പോൾ പൈസ അതിലെത്ര പൈസ മുടക്കിയിട്ടുണ്ടോ അത്ര കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു. फिल्म वितरक उसके साहित्य महत्व और गौरव को नहीं समझ सकते थे. ഫിലിം വിത്രക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഫിലിം ആണ്, അത് തിയേറ്ററിൽ അതിനെ നടത്തണം അല്ലേ, തിയേറ്ററിൽ കാണിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഫിലിമിൻ്റെ സാഹിത്യക്ക് മഹത്വം, അതിൻ്റെ സാഹിത്യത്തിൻ്റെ മഹത്വവും പിന്നെ ഗൗരവവും ഒന്നും മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് ഇസിലിയെ ഉനോനെ ഉസെ ഖരീദനെ സെ ഇൻകാർ കർ ദിയ. അതുകൊണ്ടാണ് ജനങ്ങളെ ഈ ഫിലിം വാങ്ങാൻ നിഷേധിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശൈലേന്ദ്ര के अनुसार कलाकार का कर्तव्य क्या है? ശൈലേന്ദ്ര പറയുന്നതനുസരിച്ച് ഒരു കലാകാരൻ്റെ കർത്തവ്യം എന്താണ്? ശൈലേന്ദ്ര के अनुसार कलाकार का कर्तव्य है कि, ശൈലേന്ദ്ര പറയുന്നതനുസരിച്ച് കലാകാരൻ അഥവാ ആർട്ടിസ്റ്റിൻ്റെ കർത്തവ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഹ ഉപഭോക്താവും की रुचियों को परिष्कार करने का प्रयत्न करे. അവരെ കലാകാരന്മാരെ ഉപഭോക്താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആൾക്കാർ. അതിൻ്റെ അർത്ഥം ഇവിടെ ആരാണ്? ദർശക് എന്ന് പറയാം, ഇവിടെ കാണികൾ. അങ്ങനെ ഉള്ളവരുടെ കാണികളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് പരിഷ്കാരം വരുത്താനുള്ള പ്രയത്നിക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. നല്ല രീതിയിലുള്ള പിന്നെ പരിഷ്കാരങ്ങൾ വരുത്തണം. അതിൻ്റെ അർത്ഥം കാലത്തിനൊത്ത് ഉള്ള ആ മാറ്റങ്ങൾ കൊണ്ടുവരണം അതിൽ എന്നാണ് പറയുന്നത്. ഉസേ ദർശകോं की रुचियों की आड़ में सस्तापन उतलापन नहीं थोपना चाहिए. കലാകാരന്മാർക്ക് ദർശകരുടെ കാണുന്നവരുടെ ഇൻട്രസ്റ്റിൻ്റെ സപ്പോർട്ടിൽ, ആടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിഴലിൽ അഥവാ അതിൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് ഉത്തലാപ്പൻ നെഹി തോപ്പന ചാഹിയെ. ഉത്തലാപ്പൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ പരത്തുക, പിന്നെ ഇല്ലാത്തതെല്ലാം ഉണ്ടാക്കി പെരുപ്പിച്ച് കാണിക്കുക, അങ്ങനത്തുള്ളതൊന്നും അടിച്ചമർത്താൻ പാടില്ല. തോപ്പന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചമർത്താൻ പാടില്ല, ഉള്ളത് അതേപോലെ കാണിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉസ്കെ അഭിനയ മേ ശാന്ത് നദി കാ പ്രവാഹ തഥാ സമുദ്ര की गहराई की चाप छोड़ने की क्षमता होनी चाहिए. പിന്നെ എങ്ങനെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്? അഭിനയത്തിൽ ശാന്തമായിട്ടുള്ള നദിയുടെ പ്രവാഹം അഥവാ ഒഴുക്കും സമുദ്രത്തിൻ്റെ ആഴം, ഗഹരായിക്ക് ചാപ്പ്, സമുദ്രം എത്രത്തോളം ആഴമേറിയതാണോ
അത്രത്തോളം ആഴത്തിലുള്ള അതിൻ്റെ അടയാളവും അവിടെ ഉണ്ടാവണം. ചാപ്പ് ചോടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് അർത്ഥവത്തായിട്ടുള്ളതായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ഉള്ളതായിരിക്കണം. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൊക്കെ ഇനിയും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വാസ്തവമല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതെല്ലാം വാസ്തവമാണ്, യഥാർത്ഥമാണ് അതെല്ലാം. അപ്പോൾ അതുപോലെ ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ നല്ലത് മാത്രം കാണിക്കണം. അല്ലാണ്ട് വെറുതെ ഊതിപ്പെരുപ്പിച്ച് ഇങ്ങനെ തെറ്റായ ധാരണ ജനങ്ങളിൽ കൊണ്ടുവരരുത് എന്നാണ് ശൈലേന്ദ്ര ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിലിമോ മേ ത്രാസദ് സ്ഥിതിയോ കാ ചിത്രാങ്കൻ ഗ്ലോറിഫൈ ക്യൂ കർ ദിയാ ജാത്താ ഹെ. ഫിലിമുകളിൽ ത്രാസദ് സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖകരമായിട്ടുള്ള സിറ്റുവേഷൻസ്, പറഞ്ഞ ട്രാജഡീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ചിത്രീകരിക്കുന്ന സമയത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നു. എന്ന് വെച്ചാൽ വളരെയധികം ബടാ ചടാക്കർ ദിഖാത്തെ ഹെ എന്ന് പറയാം, പെരുപ്പിച്ച് കാണിക്കുന്നു. പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ഉണ്ടാവുകയില്ല അവിടെ, അങ്ങനെ കാണിക്കുന്നു. എന്തുകൊണ്ടാണ്? ഫിലിമോ മേ ത്രാസദ് സ്ഥിതിയോ കാ ചിത്രാങ്കൻ ഗ്ലോറിഫൈ ഇസ്ലിയെ കിയാ ജാത്താ ഹെ. ഫിലിമുകളിൽ ട്രാജഡി ആയിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം ചിത്രീകരിക്കുന്ന സമയത്ത് അതിനെ ഇനിയും കൂടി പെരുപ്പിച്ച് കാണിക്കുന്നത് എന്തുകൊണ്ട് എന്നാൽ ജിസ്സെ ഫിലിം നിർമ്മാത ദർശകോ കാ ഭാവനാത്മക് ശോഷൺ കർ സക്കെ. ഫിലിം നിർമ്മാതാവിന് എന്താണ്, ദർശകരെ, കാണുന്ന ആൾക്കാരുടെ, കാണികളുടെ ഭാവനകളെ ശോഷണം ചെയ്യാൻ, അവരുടെ ചൂഷണം ചെയ്യാൻ എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ അവർ കണ്ട് അത് അയ്യോ പറഞ്ഞ അട്രാക്റ്റ് ആവും. അപ്പം എന്താണ്, കൂടുതൽ ആളുകൾ കാണും അതിനെ, അവർക്ക് പൈസ കിട്ടും. അവരുടെ എത്ര മുടക്കി വെച്ചാൽ അതിൻ്റെ കുറേ ഇരട്ടി കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശം. നിർമ്മാത നിർദ്ദേശക ഹർ ദൃശ്യക്കോ ദർശകോ കി രുചി കാ ബഹാന ബനാക്കർ മഹിമ മണ്ഡിത് കർ ദേത്തെ ഹെ. അപ്പം നിർമ്മാതാവും ഡയറക്ടറും എല്ലാം എന്താ ചെയ്യുക, ഓരോ ദൃശ്യത്തിനെയും കാണികളുടെ ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട്, ബഹാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമാക്കിയിട്ട് മഹിമ മണ്ഡിത് കർ ദേത്തെ ഹെ, അതിനെ കുറേ പെരുപ്പിച്ച് എന്താണ് ഒരു ദുരന്തമാക്കി മാറ്റുന്നു എന്ന് പറയാം. മഹിമ മണ്ഡിത് എന്ന് വെച്ചാൽ അതിനെ ഒരു ദുരന്തമാക്കി മാറ്റുന്നു. ജിസ്സെ ഉൻകെ ദ്വാര ഖർച്ച് കിയാ ഗയ ഏക് പൈസ വസൂൽ ഹോ സക്കെ. അതിൽ നിന്ന് എന്താ ഇവർക്കുള്ള ഗുണം, അവർ എത്ര ചിലവാക്കിയോ പൈസ, ഖർച്ച് കിയാ ഗയ, അവർ ചിലവാക്കിയ പൈസ, ഓരോരോ പൈസയും അവർക്ക് തിരിച്ച് കിട്ടുന്നു. ഓർ ഉന്നെ സഫലത മിൽ സക്കെ, അവരുടെ ഫിലിംസ് എല്ലാം സക്സസ് ആവുന്നു. അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. नेक्स्ट क्वेश्चन, शैलेंद्र ने राज कपूर की भावनाओं को शब्द दिए हैं. ശൈലേന്ദ്ര രാജ് കപൂറിൻ്റെ ഭാവനകൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഇസ് കഥൻ ആപ് ക്യാ സമസ്തേ ഹെ സ്പഷ്ട് കീജിയെ. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? शैलेंद्र ने राज कपूर की भावनाओं को ശബ്ദ ദിയേ ഹെ കാ ആശയ ഹെ കി. ശൈലേന്ദ്ര രാജ് കപൂറിൻ്റെ ഭാവനകൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആശയമാണ് രാജ് കപൂർ കെ പാസ് അപ്നി ഭാവനാओं को व्यक्त कर पाने के लिए शब्दों का अभाव था. രാജ് കപൂറിന് തൻ്റെ ഭാവനകളെ, തൻ്റെ ഫീലിങ്സിനെ വ്യക്തമാക്കാൻ ശബ്ദങ്ങളുടെ കുറവുകൾ ഉണ്ടായിരുന്നു, വാക്കുകളുടെ കുറവുകൾ ഉണ്ടായിരുന്നു. അഭാവ് എന്ന് വെച്ചാൽ കുറവ്, കമ്മി. ജിസ്കി പൂർത്തി ബടി കുശലത തഥാ സൗന്ദര്യമയി ढंग से കവി ഹൃദയ ശൈലേന്ദ്ര ജീനെ കി ഹെ. അതിനെ പൂർത്തീകരിച്ചത്, അതിനെ ഫുൾഫിൽ ചെയ്തത് ആരാണ്? വളരെ സ്മാർട്ടോടുകൂടിയും വളരെ മനോഹരമായ രീതിയിലും കവി ഹൃദയനായിട്ടുള്ള ശൈലേന്ദ്ര അതിനെ ഫുൾഫിൽ ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? ശൈലേന്ദ്ര തൻ്റെ കവിതയിൽ കൂടി ആ ഭാവനകളെ എല്ലാം കാണിച്ചു തന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നും പറയുന്നില്ല അല്ലേ, കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നു രാജ് കപൂർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഭാവനകളെ, അപ്പോൾ അതിൻ്റെ പിറകെ എന്താണ്? ശൈലേന്ദ്രജിയുടെ കവിതയാണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രാജ് കപൂർ ജോ കഹന ചാഹത്തെ തേ ഉസേ ശൈലേന്ദ്രനെ ശബ്ദോ കെ മാധ്യം സെ പ്രകട് കിയ. രാജ് കപൂർ എന്താണോ പറയാൻ ആഗ്രഹിച്ചിരുന്നത് അതിനെ ശൈലേന്ദ്ര തൻ്റെ ശബ്ദങ്ങളിൽ കൂടി, ശബ്ദോ കെ മാധ്യം സെ, ശബ്ദങ്ങളിൽ കൂടി പ്രകടമാക്കി, എക്സ്പ്രസ് ചെയ്തു. രാജ് കപൂർ അപ്നി ഭാവനാओं को आंखों के द्वारा व्यक्त करने में कुशल थे. രാജ് കപൂറിന് തൻ്റെ ഫീലിങ്സിനെ കണ്ണുകളിൽ കൂടി വ്യക്തമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം വളരെ നല്ല ആക്ടിംഗ് ആയിരുന്നു. ഉൻ ഭാവോं को गीतों में डालने का काम शैलेंद्र ने किया है. അപ്പോൾ ഈ പറയുന്ന ഭാവങ്ങളെയെല്ലാം പാട്ടിൻ്റെ രൂപത്തിൽ ഇടാനുള്ള പണി ശൈലേന്ദ്ര ചെയ്തു. नेक्स्ट क्वेश्चन, लेखक ने राज कपूर को एशिया का सबसे बड़ा ഷോമാൻ കഹാ ഹെ. ലേഖകൻ രാജ് കപൂറിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോമാൻ സെ ആപ് ക്യാ സമസ്തേ ഹെ. ഷോമാൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഷോമാൻ ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് കേട്ടോ. ഷോമാൻ കാ അർത്ഥ ഹെ പ്രസിദ്ധ പ്രതിനിധി ആകർഷക് വ്യക്തിത്വം. ഷോമാൻ്റെ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രസിദ്ധനായിട്ടുള്ള ഒരു പ്രതിനിധി അഥവാ റിപ്രസെൻറ്റേറ്റീവ്, ആകർഷക് വ്യക്തിത്വം, അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി.
ऐसा व्यक्ति जो अपने കലാഗുൺ വ്യക്തിത്വ തഥാ ആകർഷൺ के कारण सब जगह प्रसिद्ध हो. എങ്ങനെയുള്ള വ്യക്തിയാണ്? അപ്നെ കലാഗുൺ, തൻ്റെ കലാഗുണങ്ങളെ കൊണ്ടും വ്യക്തിത്വത്തെ കൊണ്ടും തഥാ ആകർഷൺ के कारण, പിന്നെ ബാക്കിയുള്ള അട്രാക്ഷൻ്റെയും കാരണത്താൽ എല്ലാ സ്ഥലങ്ങളിലും പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി. രാജ് കപൂർ അപ്നെ സമയക്ക് എക് മഹാൻ ഫിലിംകാർ थे. രാജ് കപൂർ തൻ്റെ സമയത്തെ, ആ കാലഘട്ടത്തെ പറഞ്ഞാൽ അപ്പനെ സമയക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാലഘട്ടത്തിലുള്ള ആ സമയത്ത് ഒരു മഹാനായിട്ടുള്ള ഫിലിംകാർ ആയിരുന്നു. ഏഷ്യ में उनके निर्देशन में अनेक फिल्में प्रदर्शित हुई थी. ഏഷ്യയിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശന്മേ, ഡയറക്റ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ ഒരുപാട് ഫിലിം പ്രദർശിപ്പിക്കപ്പെട്ടു. ഉന്നെ ഏഷ്യ കാ സബ്സെ ബഡാ ഷോമാൻ ഇസ്ലിയെ കഹാ ഗയാ ഹെ ക്യൂങ്കി, അദ്ദേഹത്തിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോമാൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നാൽ ഉൻകി ഫിലിമേ ഷോമാൻ സെ സംബന്ധിത് സഭീ മാനദണ്ഡോം പർ ഖരി ഉത്തരി തീ. ഷോമാൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പറഞ്ഞാൽ വളരെ ഒരു നല്ല പിന്നെ മനോഹരമായിട്ടുള്ള നല്ലൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എല്ലാ വ്യക്തിത്വങ്ങളും തികഞ്ഞ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പറഞ്ഞാൽ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും, അതിന് വേണ്ട എല്ലാ ഫാക്ടേഴ്സും ഉണ്ടാവും അതിൽ. ഖരി ഉത്തർത്തി ഥി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വേ എക് സർവാധിക് ലോകപ്രിയ അഭിനേതാ थे. അദ്ദേഹം സർവാധികം ലോകപ്രിയനായിട്ടുള്ള ഒരു അഭിനേതാവായിരുന്നു. और उनका अभिनय जीवंत था तथा दर्शकों के हृदय पर चा जाता था. പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിനയം ജീവന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ്ലി, എപ്പോഴും എല്ലാവരും പറയുന്ന പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും അറിയപ്പെടുന്ന അങ്ങനെ ഒരു പിന്നെ അഭിനയമായിരുന്നു. പിന്നെ ദർശകോं के हृदय पर, ദർശകരുടെ ഹൃദയത്തിൽ എപ്പോഴും ഇടം പിടിച്ചിരിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ ഹൃദയത്തെ തൊടുന്നത് ആയിരുന്നു. ദർശക് ഉൻകെ അഭിനയ കൗശൽ സെ പ്രഭാവിത് ഹോക്കർ ഉൻകി ഫിലിം കോ ദേഖ്ന ഓർ സരാഹന പസന്ദ് കർത്തേ थे. ദർശകർ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ആ സ്മാർട്ട്നെസ് പറഞ്ഞാൽ ആ നല്ല അഭിനയം കാഴ്ചവെക്കുന്നത് കൊണ്ട് പിന്നെ അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പിക്ചറുകളും കാണാനും പ്രശംസിക്കാനും ഇഷ്ടപ്പെടുമായിരുന്നു. രാജ് കപൂർ की धूम भारत के बाहर देशों में भी थी. രാജ് കപൂറിനെ പറ്റിയിട്ടുള്ള ഈ പിന്നെ ഇങ്ങനെ പറയുന്നത് ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ വെളിയിലുള്ള രാജ്യങ്ങളിലും പറയുമായിരുന്നു, അറിയപ്പെടുന്നുണ്ടായിരുന്നു. रूस में तो नेहरू के बाद लोग राज कपूर को ही सर्वाधिक जानते थे. റഷ്യയിൽ, റൂസ് എന്ന് വെച്ചാൽ റഷ്യയിൽ നെഹ്റുവിൻ്റെ ശേഷം രാജ് കപൂറിനെ ആയിരുന്നു ജനങ്ങൾക്ക് കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ അറിയപ്പെടുന്നത് രാജ് കപൂർ ആയിരുന്നു. പറഞ്ഞാൽ ആ കാലഘട്ടത്തിലാണ് പറയുന്നത് കേട്ടോ ഇത്. नेक्स्ट क्वेश्चन, फिल्म श्री 420 के गीत रातें दसों दिशाओं से कहेगी अपनी कहानियाँ पर സംഗീതക്കാർ ജയകിഷൻ ने आपत्ति क्यों की. ഫിലിം 420 ഒരു ഫിലിമിൻ്റെ പേരാണത്. അതിലുള്ള ഒരു പാട്ടിൻ്റെ വരിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. രാത്തേ ദസോ ദിശാവോ സെ കഹേഗി അപ്പനി കഹാനിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രികൾ പിന്നെ 10 ഡയറക്ഷനോടും പറയും. ദസോ ദിശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ഡയറക്ഷനോടും പറയും തൻ്റെ കഥകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ വരി അല്ലെങ്കിൽ ആ പാട്ടിനെ സംഗീതക്കാർ ജയകിഷൻ, ആ പാട്ട് പാടുന്ന ആൾ ജയകിഷൻ എന്തുകൊണ്ടാണ് വിമർശിച്ചത്? ആപത്തി ക്യൂങ്കി പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അതിനെ വെച്ചിട്ട് എന്തുകൊണ്ടാണ്? संगीतकार जयकिशन ने गीत रातें दसों दिशाओं से कहेगी अपनी कहानियाँ पर आपत्ति इसलिए की. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ക്യോങ്കി ഉൻകാ ഖ്യാൽ था कि ദർശക് 4 ദിശായേ തോ സമസ്തേ ഹേ. അദ്ദേഹത്തിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഖയാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ആര്? ജയകിഷൻ, പാട്ട് പാടുന്ന ആളെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ദർശക് 4 ഡയറക്ഷൻസ് മനസ്സിലാവും അവർക്ക്. 4 ദിശായേ തോ സമസ്തേ ഹേ, 4 ഡയറക്ഷൻസ് നമ്മൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്നതൊക്കെ മനസ്സിലാവും, ശരി. ഓർ സമജ് സക്തേ ഹേ, മനസ്സിലാക്കാനും പറ്റും. ലേക്കിൻ 10 ദിശാओं का गहन ज्ञान दर्शकों को नहीं होगा. എന്നാൽ 10 ദിശകളെന്ന് വെച്ചാൽ പാട്ടിൽ പറയുന്നത് 10 ദിശകളെന്നല്ലേ. അപ്പോൾ ഈ 10 ദിശകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, അതിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം ദർശകർക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50 to 60 വേർഡ്സിൽ ആൻസർ ചെയ്താനുള്ളതാണ്. രാജ് കപൂർ ദ്വാരാ ഫിലിം की असफलता के खतरों से आगाह करने पर भी शैलेंद्र ने यह फिल्म क्यों बनाई. രാജ് കപൂർ ഈ ഫിലിമിന് ഉള്ള അസഫലത പറഞ്ഞാൽ ഇത് സക്സസ് ആവാൻ സാധ്യതയില്ല, സഫലമാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവെയർ ആക്കി കൊടുത്തു അല്ലേ. ഖത്ര എന്ന് വെച്ചാൽ ആ അപകടങ്ങൾ, അതിനെ ആഗാഹ കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവെയർനെസ്,
അപ്പോൾ ഇതധികം സക്സസ് ഒന്നും ആവില്ല എന്ന് രാജ് കപൂർ ശൈലേന്ദ്രന് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ശൈലേന്ദ്രനെ യഹ് ഫിലിം ക്യൂം ബനായി, ശൈലേന്ദ്ര ഈ ഫിലിം എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? രാജ് കപൂർ ഏക്ക് പരിപക്വ ഫിലിം നിർമ്മാതാത്തെ, രാജ് കപൂർ ഒരു പരിപക്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മെച്യൂരിറ്റിയുള്ള, ഈ ഫീൽഡിൽ വളരെ നന്നായിട്ട് അറിയുന്ന ഒരു ഫിലിം നിർമ്മാതാവായിരുന്നു. തഥാ ശൈലേന്ദ്രയ്ക്ക് മിത്രത്തെ, പിന്നെ ശൈലേന്ദ്രൻ്റെ മിത്രവും ആയിരുന്നു, ഫ്രണ്ടും ആയിരുന്നു. अतः उन्होंने एक सच्चा मित्र होने के नाते शैलेंद्र को फिल्म की असफलता के खतरों से आगाह भी किया था. അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ആരാണ്? രാജ് കപൂർ ഒരു നല്ല മിത്രം എന്നുള്ള നിലയിൽ, നല്ലൊരു ഫ്രണ്ടാണ്, ഒരു ട്രൂ ഫ്രണ്ട് എന്നുള്ള നിലയിൽ ശൈലേന്ദ്രന് ഈ ഫിലിം സക്സസ് ആവാൻ സാധ്യത ഇല്ല, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അങ്ങനെ ആവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ലേക്കിൻ ശൈലേന്ദ്രനെ ഫിർ ഭി തീസ്രി കസം ഫിലിം ബനായി, എന്നാൽ ശൈലേന്ദ്ര എന്നാലും തീസ്രി കസം എന്ന മൂവി നിർമ്മിച്ചു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഉൻകെ മൻമേ ഇസ് ഫിലിം കോ ബനാനെ കി തീവ്ര ഇച്ഛാ തീ, ഏറ്റവും ആദ്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ മൂവി ഉണ്ടാക്കണം എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ഇച്ഛ, ആഗ്രഹം ഉണ്ടായിരുന്നു. വേ തോ ഏക് ഭാവുക് കവി ഥേ, അദ്ദേഹം ഒരു നല്ല കവിയായിരുന്നു. ഭാവുക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇച്ഛാശക്തിയുള്ള, ഭാവങ്ങളുള്ള, ആഗ്രഹങ്ങളുള്ള ഒരു നല്ല മനുഷ്യൻ, ഭല ആദ്മി, അങ്ങനെയുള്ളൊരു കവിയായിരുന്നു. ഇസ്ലിയെ അപ്നി ഭാവനവും കി അഭിവ്യക്തി ഇസ് ഫിലിമേ കർണ ചാത്തേ തേ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ഭാവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഭാവനകളെ എല്ലാം തൻ്റെ ഫിലിമിൽ കൂടിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഉനെ ധൻ ലിപ്സാക്കി നഹി ബൽക്കി ആത്മസന്തുഷ്ടിക്ക് ലാൽസ ഥി, അദ്ദേഹത്തിന് പൈസ സമ്പാദിക്കാനുള്ള ആഗ്രഹം ആയിരുന്നില്ല. ധൻ ലിപ്സ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധൻ കി ചാഹ്, പൈസയുടെ ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹമൊന്നും ആയിരുന്നില്ല. പിന്നെ എന്താണ്, അദ്ദേഹത്തിന് ആത്മസന്തുഷ്ടിയായിരുന്നു പ്രധാനം. ആത്മസന്തുഷ്ടിക്ക് ലാൽസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹം, ചാഹത്ത്, അതായിരുന്നു. പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുക, നമ്മളൊരു പാഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പൈസ ഒന്നും നോക്കാണ്ട് ചെയ്യില്ലേ, അതുപോലെ ഇസ്ലിയെ ഉന്നോനെ യഹ് ഫിലിം ബനായി, അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഫിലിം നിർമ്മിച്ചത്. नेक्स्ट क्वेश्चन, तीसरी कसम में राज कपूर का महिमामय व्यक्तित्व किस तरह हीरामन की आत्मा में उतर गया है, स्पष्ट कीजिए. തീസ്രി കസം എന്ന മൂവിയിൽ രാജ് കപൂറിൻ്റെ മഹിമാമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹത്തായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തിത്വം കിസ് തറ ഹീരാമൻ കി ആത്മാമേ, ഏത് വിധത്തിലാണ് ഹീരാമനിൻ്റെ ആത്മാവിൽ എത്തിച്ചേർന്നത്, അതിൻ്റെ അർത്ഥം പക്ക ഹീരാമൻ ആയിട്ട് തന്നെ അവിടെ തോന്നി എല്ലാവർക്കും. അത് എങ്ങനെയായിരുന്നു? स्पष्ट कीजिए. राज कपूर एक महान कलाकार थे. राज कपूर ഒരു മഹാനായ കലാകാരനായിരുന്നു. ഫിലിം के पात्र के अनुरूप अपने आप को ठाल लेना वे बलि बांधी जानते थे. ഫിലിമിൻ്റെ പാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരക്ടർ, ആ ക്യാരക്ടർ അനുസരിച്ചിട്ട്, അനുരൂപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരക്ടർ പോലെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് അതേ തന്നെ ആയിട്ട്, അപ്പനെ ആപ്കോ തന്നെ സ്വയം തന്നെ ടാൽ ദേന അതുപോലെ ആക്കി മാറ്റാൻ വേ ബലി ബാന്തി ജാൻതേ ഥേ, അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു. പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണോ അതുപോലെ തന്നെ ആകാൻ, അതേപോലെ തന്നെ അതിൽ ആയി അഭിനയിക്കാൻ നല്ലപോലെ അറിയുമായിരുന്നു. जब तीसरी कसम फिल्म बनी थी उस समय राज कपूर एशिया के सबसे बड़े शोमैन के रूप में स्थापित हो चुके थे. तीसरी कसम എന്ന ഫിലിം ഉണ്ടാക്കിയ സമയത്ത് രാജ് കപൂർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഷോമാൻ എന്ന രൂപത്തിൽ അറിയപ്പെട്ട് കഴിഞ്ഞിരുന്നു. തീസ്രി കസം में രാജ് കപൂർ का अभिनय चरम सीमा पर था. തീസ്രി കസം മൂവിയിൽ രാജ് കപൂറിൻ്റെ അഭിനയം ഏറ്റവും ടോപ്പ് മോസ്റ്റ് പീക്കിലായിരുന്നു. ചരം സീമ എന്ന് വെച്ചാൽ പീക്കിലായിരുന്നു, ഉയരത്തിലായിരുന്നു. ഉനെ एक सरल हृदय ग्रामीण गाड़ीवान के रूप में प्रस्तुत किया गया. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ഒരു സരള ഹൃദയനായിട്ടുള്ള, ഒരു ഗ്രാമീണനായിട്ടുള്ള ഒരു വണ്ടിക്കാരൻ്റെ രൂപത്തിലാണ് അവിടെ കാണിച്ചത്. ഉനോനെ അപ്നെ ആപ്കോ ഉസ് ഗ്രാമീൺ ഗാഡിവാൻ ഹീരാമൻ കെ സാത്ത് ഏക് ആകാർ കർ ലിയ, അദ്ദേഹത്തിന് സ്വയം തന്നെ ഒരു ഗ്രാമീണനായിട്ടുള്ള വണ്ടിക്കാരൻ ഹീരാമൻ ആയിട്ട് തന്നെ അതേ രൂപത്തിൽ തന്നെ അദ്ദേഹം അവിടെ കാണപ്പെട്ടു. ഏക് ആകാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏക് ഹി ആകാർ പറഞ്ഞാൽ അതുപോലെ തന്നെ അവിടെ കാണപ്പെട്ടു. इस फिल्म में एक शुद्ध देहाती जैसा अभिनय जिस प्रकार से राज कपूर ने किया है वह अद्वितीय है. ഈ ഫിലിമിൽ ഒരു ശുദ്ധനായിട്ടുള്ള ദേഹാത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പൊന്നും ഇല്ലാത്ത ഒരു ഗ്രാമീണൻ, ഗവാർന്നും പറയും, പിന്നെ അല്ലെങ്കിൽ അൺപഡ് ഗ്രാമീൺ എന്നൊക്കെ പറയാം. ഒരു ഗ്രാമീണൻ പഠിപ്പൊന്നും ഇല്ലാത്ത, പക്ക ശുദ്ധ എന്ന് വെച്ചാൽ പക്ക അങ്ങനെയുള്ള ഒരു പഠിപ്പൊന്നും ഇല്ലാത്ത ഗ്രാമീണൻ, അൺപഡ് ജേസ, അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. ജിസ് പ്രകാർ സെ രാജ് കപൂറിനെ കിയാ ഹെ, അത് എങ്ങനെയാണോ രാജ് കപൂർ അങ്ങനെ അഭിനയിച്ചിരിക്കുന്നത് ആ അഭിനയത്തിനെയാണ് പറയുന്നത് വഹ അദ്വിതീയ ഹെ. ദ്വിതീയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട്,
അദ്വിതീയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന്, അതിൻ്റെ അർത്ഥം ഒന്ന് ഇനിയൊന്നിന് പകരം വെക്കാനില്ലാത്ത, യൂണിക് എന്ന് പറയാം. അത് ആ അഭിനയം എന്താണ്, വളരെ യൂണിക്കാണത്. ഏക് ഗാഡിവാൻ കി സരളത നോട്ടങ്കി കി ഭായി മേ അപ്പനാപ്പൻ ഖോജന. ഒരു ഗാഡിവാൻ, ഒരു വണ്ടിക്കാരൻ്റെ ആ സരളത, ആ സിമ്പിളായിട്ടുള്ള ആ പിന്നെ ആറ്റിറ്റ്യൂഡ്. പിന്നെ നോട്ടങ്കി കി ഭായി മേ, ഭായി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്, ഹീരാബായി, അതിലത്തെ ആക്ട്രസ്. അപ്പോൾ അവളെന്താ നാടകത്തിൽ അഭിനയിക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ ആ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന ആളെയാണ് നോട്ടങ്കി എന്ന് പറയുന്നത്. അപ്പോൾ ആ നോട്ടങ്കിയിൽ അപ്പനാപ്പൻ ഖോജന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തരിക, എൻ്റെ സ്വന്തമാണ് എന്ന് പിന്നെ വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്, കണ്ട് മോഹിക്കുക, ഇഷ്ടപ്പെടുക. ഹീരാബായിക്ക് ബോലി പർ റീഞ്ചന, ബാലി അല്ലാതെ ബോലിയാണ് കേട്ടോ, ബോലി പർ റീഞ്ചന. ബോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷ, ആ സംസാരിക്കുന്ന ഭാഷ പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക ഭാഷയല്ല. ഇപ്പോൾ ഹിന്ദിയാണെന്നുണ്ടെങ്കിലും പല സ്ഥലത്ത് പലതരമായിരിക്കും. ഇപ്പോൾ നമ്മൾ മലയാളം എന്നുണ്ടെങ്കിലും തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം ഓരോന്നായിരിക്കില്ലേ, അങ്ങനെ ഓരോരോ വെർഷൻ, അതാണ് ബോലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഹീരാബായിയുടെ ആ ഭാഷയിൽ പിന്നെ മുഴുകിപ്പോകുക, റീഞ്ചന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലങ്ങനെ മുഴുകിപ്പോകുക. ഉസ്കി ഭോലി സൂരത്ത് പറഞ്ഞു ചാവർ ഹോന, അവളുടെ ഭോലി, ഈ ഭോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നിഷ്കളങ്കമായിട്ടുള്ള ഇന്നൊസെൻസ്. അപ്പോൾ അവളുടെ അങ്ങനെയുള്ള ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഫേസിൽ സമർപ്പിക്കുക സ്വന്തം തന്നെ, അതിൻ്റെ അർത്ഥം ഇഷ്ടപ്പെടുക, അത്രയേ ഉള്ളൂ. ന്യോച്ചാവർ ഹോന വെച്ചിട്ടുണ്ടെങ്കിൽ സാക്രിഫൈസ്. ഓർ ഹീരാബായിക്ക് തനിക് സി ഉപേക്ഷ പർ അപ്പനെ അസ്തിത്വ സെ ജൂച്ചന, ഹീരാബായിയുടെ ചെറിയ ഒരു ഇഗ്നോറൻസ് വന്നാൽ കൂടിയിട്ട്, ഹീരാബായിയുടെ സൈഡിൽ നിന്ന് ഒരു കുറച്ച് ചെറുതായിട്ടൊന്ന് ഇഗ്നോർ ചെയ്താൽ കൂടിയിട്ട് തൻ്റെ അസ്തിത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മെയിൻ ആയിട്ടുള്ള ആ പേഴ്സണാലിറ്റി എന്താണ്, അത് ഡിസ്റ്റർബ് ആവുക, വിഷമം തോന്നുക. ജൂച്ചന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ പേഴ്സണാലിറ്റി, ഇത്രയും വലിയ പേഴ്സണാലിറ്റി ആയിട്ടും കൂടിയിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ ആളായിട്ട് അഭിനയിക്കാനുള്ള ആ കഴിവിനെയൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അഭിനയിക്കുക. ജैसे हीरामन की भावनाओं को राज कपूर ने बड़े सुंदर ढंग से प्रस्तुत किया है. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഹീരാമൻ എന്ന ആ ക്യാരക്ടറിൻ്റെ ഭാവനകളെ രാജ് കപൂർ വളരെ മനോഹരമായിട്ട് ഇവിടെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. ഫിലിമിൽ രാജ് കപൂർ കहीं भी अभिनय करते नहीं दिखते. ഫിലിമിൽ രാജ് കപൂർ അഭിനയിക്കുന്നതായിട്ട് ഒരവിടെയും കാണപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, അപ്പിതു ऐसा लगता है जैसे वे ही हीरामन हो. എങ്ങനെയാണ് തോന്നുന്നത്, അഭിനയിക്കൊന്നല്ല, അദ്ദേഹം തന്നെയാണ് ഹീരാമൻ എന്നാണ് നമുക്ക് തോന്നുക. तीसरी कसम फिल्म में राज कपूर का पूरा व्यक्तित्व ही जैसे हीरामन की आत्मा में उतर गया है. അപ്പോൾ തീസ്രി കസം എന്ന ഫിലിമിൽ രാജ് കപൂറിൻ്റെ മുഴുവൻ വ്യക്തിത്വവും, ആ വ്യക്തിത്വമൊന്നും ഇല്ലാതെ അത് മുഴുവനും ഹീരാമന്നിൻ്റെ ആത്മാവിലേക്ക് എത്തിച്ചേർന്ന പോലെ തോന്നുന്നു. नेक्स्ट क्वेश्चन, लेखक ने ऐसा क्यों लिखा है कि तीसरी कसम ने साहित्य रचना के साथ 100% न्याय किया है. തീസ്രി കസം എന്ന മൂവി സാഹിത്യരചനയിൽ 100% ന്യായം പുലർത്തി എന്ന് ലേഖകൻ എഴുതിയതിൻ്റെ കാരണം എന്താണ്? यह वास्तविकता है कि तीसरी कसम ने साहित्य रचना के साथ 100% ന്യായ किया है. ഇത് വാസ്തവമാണ്, യഥാർത്ഥമാണ്, സത്യമാണ്. എന്താണ്, സാഹിത്യരചനയിൽ 100% ന്യായം പുലർത്തിയിട്ടുണ്ട് തീസ്രി കസം എന്ന മൂവി. यह फणीश्वर नाथ रेणु की रचना मारे गए गुलफाम पर बनी है. ഈ മൂവി ഫണീശ്വർ നാഥ് രേണുവിൻ്റെ രചനയായിട്ടുള്ള മാരെ ഗയെ ഗുൽഫാം, അദ്ദേഹത്തിൻ്റെ മാരെ ഗയെ ഗുൽഫാം എന്ന് പറഞ്ഞ ഒരു രചനയിൽ ഉണ്ടായിട്ടുള്ള പിന്നെ മൂവിയാണ് തീസ്രി കസം എന്നത്. इस फिल्म में मूल कहानी के स्वरूप को बदला नहीं गया. ഈ ഫിലിമിൽ അതിൻ്റെ ആ കഥയുടെ മൂലസ്വരൂപ്, അതിൻ്റെ മെയിനായിട്ടുള്ള കഥ എന്താണ്, ആ രൂപം എന്ന് വെച്ചാൽ അതിനെ മാറ്റിയിട്ടില്ല. കഹാനിക്ക് രേഷോ ബഡി ഹി ബാരിക്കി സെ ഫിലിം മേ ഉത്താരാ ഗയാ था. ആ കഥയുടെ രേഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ എഴയും, രേഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ എഴ, അതിൻ്റെ അർത്ഥം അതിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഓരോ എഴയും ബഡി ഹി ബാരിക്കി സെ വളരെ സൂക്ഷ്മതയോടുകൂടി കൂടിയിട്ട്, ബാരിക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കീനായിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഫിലിമേ ഉത്താറാകയാത്ത ആ ഫിലിമിൽ അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. സാഹിത്യക്ക് മൂല ആത്മാക്കോ പൂരി തരസെ സുരക്ഷിത് രക്കാ था. സാഹിത്യത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം, മൂൽ ആത്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ട് എന്താ ആ സാഹിത്യത്തിൽ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മുഴുവനായിട്ടും അതേപോലെ സുരക്ഷിതമായി തന്നെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പറഞ്ഞാൽ അതിനെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്നർത്ഥം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശൈലേന്ദ്ര കെ ഗീതോ കി ക്യാ വിശേഷത ഹെ അപ്നെ ശബ്ദോ മേ ലിഖിയേ. ശൈലേന്ദ്രൻ്റെ പാട്ടുകളുടെ വിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ശൈലേന്ദ്രക്ക് കവി ഓർ സഫല ഗീത്കാർ തേ. ശൈലേന്ദ്ര ഒരു കവിയും ഒരു സഫലമായിട്ടുള്ള ഗീത്കാറും ആയിരുന്നു. ഗീത്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറിസിസ്റ്റ്, ലിറിക്സ് എഴുതുന്ന, പാട്ടിൻ്റെ വരികൾ എഴുതുന്ന ആൾ, ഗാനരചയിതാവ് എന്നൊക്കെ മലയാളത്തിൽ പറയും. ഉൻകെ ലിഖെ ഗീതോ മേ അനേക വിശേഷതായേം ദിഖായി ദേത്തി ഹെ. അദ്ദേഹം എഴുതിയ പാട്ടുകളിൽ അനേകം വിശേഷതകൾ കാണാൻ കഴിയും. ഉൻകെ ഗീത് सरल सहज भाषा में होने के बावजूद बहुत बड़े अर्थ को अपने में समाहित रखते थे. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ സരളവും, സഹജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നോർമലായിട്ടുള്ള, നാച്ചുറലായിട്ടുള്ള, പറഞ്ഞാൽ ആവശ്യമുള്ള ഈ കാര്യങ്ങൾ മാത്രം, ആവശ്യമില്ലാത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതൊന്നും ഉണ്ടാവില്ല അതിനാണ് സഹജ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ സാധാരണയായിട്ടുള്ള അങ്ങനെയുള്ള ഭാഷയിൽ എഴുതിയിട്ടും കൂടി ബഹുത് ബഡേ അർത്ഥ് കോ, വളരെ വലിയ അർത്ഥങ്ങൾ ഉൾപ്പെട്ടതാകുന്നു. സമാഹിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ കണ്ടെയ്ൻ, അങ്ങനെ ഉൾപ്പെടുന്നതാകുന്നു. वे एक आदर्शवादी भावुक कवि थे और उनकी यही स्वभाव उनके गीतों में भी झलकता था. അദ്ദേഹം ഒരു ആദർശവാദി, ഐഡിയലിസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ആദർശവും മാനനെ വാല, പറഞ്ഞ ആദർശങ്ങൾ പിന്നെ അനുസരിക്കുന്ന, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഉൾപ്പെടാതെ നല്ല കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്ന, അതിൻ്റെ അർത്ഥം ഭാവുക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതേ തന്നെയാണ്, നല്ല ഇച്ഛാശക്തിയുള്ള ഒരു ഭല ആദ്മി, നല്ല മനുഷ്യൻ, അങ്ങനെ ഒരു കവിയായിരുന്നു. ഓർ ഉൻക യഹി സ്വഭാവ്, അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും കാണപ്പെടുന്നത്. ഛലക്താ ഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ തുളുമ്പുന്നു എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ. അപ്പനെ ഗീതോമേ ഉന്നോനെ ഝൂട്ടെ ദിഖാവേ കോ കൈ സ്ഥാൻ നഹി ദിയ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ അദ്ദേഹം ഝൂട്ടെ ദിഖാവോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കപടത്തരങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഷോ കാണിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതിനുള്ള ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല. ഉൻകെ ഗീതോമേ ഭാവോ കി പ്രധാനത തീ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഭാവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ഭാവങ്ങൾ കാണാൻ കഴിയും. ഓർ വേ ആം ജൻ ജീവൻ സെ ജുഡേ ഹുവേ ഹെ. പിന്നെ ആ പാട്ടുകൾ സാധാരണ ജനജീവിതങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഉൻകെ ഗീതോമേ കരുണ കെ സാത്ത് സാത്ത് സംഘർഷ് കി ഭാവന ബി ദിഖായി ദേത്തി ഹെ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കരുണ എന്ന ആ ഭാവത്തോടുകൂടി സംഘർഷം എന്നുള്ള ഭാവനകളും കാണാൻ കഴിയും. പറഞ്ഞ എന്താണ്, നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, അപ്പോൾ അതിനെ എങ്ങനെ നേരിടുന്നുണ്ട് എന്നും കൂടിയിട്ട് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണാൻ കഴിയും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉൻകെ ഗീത് മനുഷ്യക്കോ ജീവൻ മേ ദുഃഖോ സെ ഘബരാക്കർ റുക്നെ കെ സ്ഥാൻ പർ നിരന്തർ ആകെ ബഡനെ കാ സന്ദേശ് ദേത്താ ഹെ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്താണ്, മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരും, പക്ഷേ ദുഃഖങ്ങളൊക്കെ കണ്ട് പരിഭ്രമിച്ച്, ഘബരാന എന്ന് വെച്ചാൽ പരിഭ്രമിച്ച്, റുക്നെ കെ സ്ഥാൻ പർ നിൽക്കുന്നതിന് പകരം നിരന്തർ ആകെ ബഡനേക്കാ സന്ദേശ് ദേത്തെ ഹെ. നിരന്തരമായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ദുഃഖിച്ച് നിൽക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സന്ദേശമാണ്, മെസ്സേജാണ് നമുക്ക് തരുന്നത്. ഉൻകെ ഗീതോമേ ശാന്ത് നദി സ പ്രവാഹ ഓർ സമുദ്ര സി ഗഹരായി ഹോത്തി തീ. പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ശാന്തമായിട്ടുള്ള ഒരു നദിയുടെ പ്രവാഹത്തിനെ പോലെ ആഴമേറിയതായിട്ടുള്ളതും, പറഞ്ഞാൽ അങ്ങനെ അത്രയ്ക്കും മീനിങ് ഫുള്ളായിട്ടുള്ള, അത്രയ്ക്കും അർത്ഥങ്ങളുള്ളതും ആയിട്ട് കാണപ്പെട്ടു. ഉൻകെ ഗീത് കാ एक शब्द भावनाओं की अभिव्यक्ति करने में पूर्णतः सक्षम है. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലെ ഓരോരോ വാക്കുകളും ഭാവനാവും കി അഭിവ്യക്തി കർണേമേ, ഭാവനകളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടും സക്ഷം ഹേ, പറഞ്ഞാൽ ആ കപ്പാസിറ്റി ഉള്ളതാണ്, അങ്ങനെ കാണിക്കാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള വാക്കുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിലിം നിർമ്മാതാ കെ രൂപ് മേ ശൈലേന്ദ്ര കി വിശേഷത. ഫിലിം നിർമ്മാതാവ് എന്ന നിലയിൽ ശൈലേന്ദ്രൻ്റെ വിശേഷതകളെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഫിലിം നിർമ്മാതാ കെ രൂപ് മേ ശൈലേന്ദ്ര കി അനേക വിശേഷതായി ഹേ. ഫിലിം നിർമ്മാതാവ് എന്ന നിലയിൽ ശൈലേന്ദ്രൻ്റെ അനേകം വിശേഷതകൾ ഉണ്ട്. ലേക്കിൻ ഉൻമേ സെ പ്രമുഖ വിശേഷതായി നിമ്നലിഖിത് ഹേ. അതിൽ പ്രമുഖമായിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയാണ്. ശൈലേന്ദ്ര ഒരു കവിയാണ്, പക്ഷേങ്കിൽ ഒരേ ഒരു പിക്ചറാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതാണ് തീസ്രി കസം. फिल्म निर्माता के रूप में शैलेंद्र ने जीवन के आदर्शवाद एवं भावनाओं को इतने अच्छे तरीके से फिल्म तीसरी कसम के माध्यम से सफलतापूर्वक अभिव्यक्त किया. ഫിലിം നിർമ്മാതാവ് എന്ന നിലയിൽ ശൈലേന്ദ്ര ജീവിതത്തിലെ ആദർശവാദ് എവം ഭാവനാവും കോ, ആദർശങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തുള്ളതിനെയും പിന്നെ അതിൻ്റേതായിട്ടുള്ള ഭാവനകൾ, പിന്നെ ഇമോഷണൽ
ഇമോഷണൽസ്, ഫീലിങ്സ് അങ്ങനത്തുള്ളതും എല്ലാം അച്ഛേ തരീക്കസെ നല്ല രീതിയിൽ ഫിലിം തീസ്രി കസമിൽ കൂടിയിട്ട് സഫലതാപൂർവക് സക്സസ്ഫുള്ളി എക്സ്പ്രസ് ചെയ്തു, അതിൽ കാണിച്ചു കൊടുത്തു. ജിസ്കെ കാരൺ ഇസെ സർവശ്രേഷ്ഠ ഫിലിം ഘോഷിത് കിയാ ഗയ. ഈ കാരണത്താൽ ഈ ഫിലിമിനെ ഏറ്റവും സർവശ്രേഷ്ഠമായിട്ടുള്ള ഫിലിം എന്ന് ഡിക്ലെയർ ചെയ്യപ്പെട്ടു. ഓർ ബഡെ ബഡെ പുരസ്കാരോं द्वारा सम्मानित किया गया. വലിയ വലിയ പുരസ്കാരങ്ങൾ ഈ ഫിലിമിന് കിട്ടി. नेक्स्ट पॉइंट, राजकुमार की सर्वोत्कृष्ट भूमिका को शब्द देकर अत्यंत प्रभावशाली ढंग से दर्शकों के सामने प्रस्तुत किया है. രാജ് കപൂറിൻ്റെ സർവോത്കൃഷ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല, സർവോപരി എന്നൊക്കെ പറയാം, ഏറ്റവും നല്ല റോളിന് ശബ്ദം കൊടുത്തുകൊണ്ട് അത്യന്ത പ്രഭാവശാലി ढंग से വളരെയധികം എഫക്റ്റീവായ രീതിയിൽ, പ്രഭാവശാലി എന്ന് വെച്ചാൽ എഫക്റ്റീവായിട്ട്, അങ്ങനെ എഫക്റ്റീവായ രീതിയിൽ ദർശकों के सामने प्रस्तुत किया, കാണികൾക്ക് വേണ്ടിയിട്ട്, ദർശകർക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്തു. പ്രസ്തുത് കർണ എന്ന് വെച്ചാൽ ടു പ്രസൻറ്റ്. അടുത്ത പോയിന്റ്, जीवन की मार्मिकता को अत्यंत सार्थकता से एवं अपने कवि हृदय की पूर्णता को बड़ी ही तन्मयता के साथ पर्दे पर उतारा है. ജീവിതത്തിലെ മാർമികതയെ, മാർമികത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ടച്ചിങ്, നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നുന്ന, വളരെയധികം ഹൃദയത്തിൽ തട്ടുന്ന എന്ന് പറയാം, അങ്ങനെ ഉള്ള കാര്യങ്ങളെ വളരെയധികം മീനിങ് ഫുള്ളായിട്ട്, സാർത്ഥകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് ഫുൾ, അർത്ഥവത്തായിട്ട്, പിന്നെ അപ്നെ കവി ഹൃദയക്ക് പൂർണ്ണതാക്കോ, ആ ഒരു കവിഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ അർത്ഥം ഒരു കവിഹൃദയത്തിൽ എങ്ങനെയാണോ ഭാവനകൾ വരുന്നത്, ആ ഭാവനകളും എല്ലാം ആ പൂർണ്ണമായ രൂപത്തിൽ ബഡിഹി തന്മയതാക്കിയ സാത്ത്, വളരെ തന്മയത്വത്തോടുകൂടി, ലാളിത്യം എന്നൊക്കെ പറയാം, തന്മയത എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മനോഹരമായിട്ടെന്നും പറയാം, അങ്ങനെ ആ രീതിയിൽ പർദേ പർ ഉതാരാ ഹെ, സ്ക്രീനിൽ എടുത്തു കാണിച്ചു, അതിൻ്റെ അർത്ഥം സ്ക്രീനിൽ കൊണ്ടുവന്നു ഇതെല്ലാം. नेक्स्ट क्वेश्चन, शैलेंद्र का निजी जीवन की छाप उनके फिल्म में झलकता है, कैसे स्पष्ट कीजिए. ശൈലേന്ദ്രൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ അടയാളം അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ കാണുന്നു. ഝലക്താഹെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുളുമ്പുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ അതേ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫിലിമിലും കാണപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം എങ്ങനെ? ശൈലേന്ദ്ര एक ആദർശവാദി, സംവേദനശീൽ और ഭാവുക് കവി थे. ശൈലേന്ദ്ര ഒരു ആദർശവാദി, ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള, ഐഡിയലിസത്തിൽ വിശ്വസിക്കുന്ന, ആദർശ കോ മാനത്താ ഹെ, ജോ ആദർശ് കോ മാനത്താ ഹെ, സംവേദനശീൽ, സെൻസേഷണൽ ആയിട്ടുള്ള, പറഞ്ഞ നല്ല രീതിയിൽ, നല്ല, പിന്നെ ഒരു ഭാവുക്, ഇച്ഛാശക്തിയൊക്കെയുള്ള നല്ലൊരു മനുഷ്യൻ, അങ്ങനെയുള്ളൊരു കവിയായിരുന്നു. ശൈലേന്ദ്രനെ അപ്നെ ജീവൻ മേ ഏക് ഹി ഫിലിം കാ നിർമ്മാൺ കിയ. ശൈലേന്ദ്ര തൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ഫിലിമാണ് നിർമ്മിച്ചിരിക്കുന്നത്, जिसका नाम तीसरी कसम था. അതിൻ്റെ പേരാണ് തീസ്രി കസം. യഹ ഏക് സംവേദനാത്മക് और ഭാവനാപൂർണ്ണ ഫിലിം थी. ഇത് ഒരു സെൻസേഷണൽ ആയിട്ടുള്ളതും പിന്നെ ഭാവനാപൂർണ്ണ, ഭാവനകൾ നിറഞ്ഞ ഫിലിമായിരുന്നു. ശാന്ത് നദി കാ പ്രവാഹ और സമുദ്ര की गहराई उनके निजी जीवन की विशेषता थी. ശാന്തമായ നദിയുടെ ഒഴുക്കും സമുദ്രത്തിൻ്റെ ആഴവും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ, പേഴ്സണൽ ലൈഫിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ശാന്തമായി ഒഴുകുന്നത്, എന്നാലോ വളരെയധികം ആഴമുള്ളത് എന്ന് വെച്ചാൽ വളരെയധികം മീനിങ് ഫുൾ ആയിട്ടുള്ളതുമാണ്, എന്നാൽ ശാന്തമായിട്ടുള്ളതും, പറഞ്ഞാൽ സിമ്പിളായിട്ട് അതിനെല്ലാം കാണിക്കുന്നുമുണ്ട്. അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. और यही विशेषता उनकी फिल्म में भी दिखाई देती है. ഈ വിശേഷതകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഫിലിമിലും കാണപ്പെട്ടിരുന്നു. തീസ്രി കസം का नायक हीरामन अत्यंत सरल हृदयी और भोला बाला नवयुवक है. തീസ്രി കസം എന്ന ഫിലിമിലെ നായകനായിട്ടുള്ള ഹീരാമൻ അത്യന്തം സരള ഹൃദയനും പിന്നെ ഭോല ബാല, നിഷ്കളങ്കനും ആയിട്ടുള്ള ഒരു ഒരു യുവാവായിരുന്നു. ജോ കേവൽ ദിൽ കി ജുബാൻ സമസ്താ ഹെ ദിമാഗ് കി നഹി. അദ്ദേഹം എങ്ങനെയുള്ള യുവാവായിരുന്നു? ദിൽ കി ജുബാൻ സമസ്താ ഹെ, മനസ്സിൻ്റെ ഭാഷയെ അറിയുള്ളൂ, ബ്രെയിനിൻ്റെ ഭാഷ അദ്ദേഹത്തിന് അറിയില്ല. അതിൻ്റെ അർത്ഥം സ്നേഹം മാത്രം അറിയുന്ന എന്നൊക്കെയാണ്. उसके लिए मोहब्बत के सिवा किसी चीज़ का कोई अर्थ नहीं. उसके लिए ഹീരാമന്നിന്, ആ ക്യാരക്ടറിന്, മൊഹബത്ത് എന്ന് വെച്ചാൽ സ്നേഹം, സ്നേഹമല്ലാതെ വേറെ ഒരു സാധനത്തിൻ്റെയും ഒരർത്ഥവും ഇല്ല. ऐसा ही വ്യക്തിത്വ ശൈലേന്ദ്ര का था. അതുപോലുള്ള വ്യക്തിത്വം തന്നെയായിരുന്നു ശൈലേന്ദ്രൻ്റേതും. ഹീരാമൻ को धन की चकाचौंध से दूर रहने वाले एक देहाती के रूप में प्रस्तुत किया गया है. ചക്കാച്ചോന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കണ്ണ് തള്ളുക എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട്, പറഞ്ഞ
പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പൈസ തന്നെയാണ്. പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രി അല്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ ഹീരാമന്നിന് ഈ ധന്നിൻ്റെ ഈ പൈസയുടെ എല്ലാം ഈ പറഞ്ഞ ഈ അന്താളിത്തം ഇതെല്ലാം അതിൽ നിന്നെല്ലാം ദൂരെ മാറ്റി വെക്കുന്ന ഒരു ദേഹാത്തിക്ക് രൂപമേ, ഒരു ഗ്രാമീണനായിട്ടുള്ള പഠിപ്പൊന്നും ഇല്ലാത്ത അൺപടായിട്ടുള്ള ഒരാളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ശൈലേന്ദ്ര സ്വയം ബി യശ് ഓർ ധനലിപ്സാസെ കോസോ ദൂർത്തെ. ശൈലേന്ദ്ര സ്വയവും എന്താണ് അതേപോലെ തന്നെയായിരുന്നു അല്ലേ അവരുടെ ജീവിതത്തിലും. പറഞ്ഞാൽ യശ് ഓർ ധനലിപ്സ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീർത്തി, ആ പോപ്പുലാരിറ്റിയും പിന്നെ പൈസയും. ധനലിപ്സ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ, അതിന്നും എല്ലാം ഒരുപാട് ദൂരെയായിരുന്നു അദ്ദേഹം. ഇസ്കെ സാത്ത് സാത്ത് ഫിലിം തീസരി കസം മേ ദുഃഖ് കോ ബി സഹജ് സ്ഥിതി മേ ജീവൻ സാപേക്ഷ പ്രസ്തുത് കിയാ ഗയാ ഹെ. പിന്നെ അതുകൂടാതെ തീസരി കസം എന്ന മൂവിയിൽ ദുഃഖത്തിനെയും സാധാരണഗതിയിൽ നോർമലായിട്ടുള്ളൊരു സ്ഥിതിയിൽ, സഹജ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണോ സാധാരണ ലൈഫിൽ ഉണ്ടാവുക അതേപോലെ തന്നെ ചിത്രീകരിച്ച് കാണിച്ചിട്ടുണ്ട്. ശൈലേന്ദ്ര अपने जीवन में भी दुख को सहज रूप से जी लेते थे. അപ്പോൾ ശൈലേന്ദ്ര തൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് ദുഃഖത്തിനെയെല്ലാം നേരിടുന്നുണ്ടായിരുന്നത്. വേ ദുഃഖ സെ ഘബരാക്കർ ഉസ്സെ ദൂർ നഹി ഭാഗ്തേ തേ. ആ ദുഃഖം കണ്ട് പേടിച്ച് അല്ലെങ്കിൽ പരിഭ്രമിച്ച് ദൂരെ ഓടിപ്പോകില്ലായിരുന്നു. ഇസ് പ്രകാർ സ്പഷ്ട ഹെ കി ശൈലേന്ദ്ര കെ നിജി ജീവൻ കി ഛാപ്പ് ഉൻകി ഫിലിം മേ ഝലക്തി ഹെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമ്മൾക്കത് സ്പഷ്ടമാകുന്നുണ്ട്. എന്താണ് ശൈലേന്ദ്രൻ്റെ പേഴ്സണൽ ലൈഫിലും ഉൻക്ക് ഫിലിമോമേ ഝലക്തി ഹെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫിലിമിലും കാണപ്പെടുന്നത്. ഝലക്തി ഹെ എന്ന് വെച്ചാൽ തുളുമ്പുന്നത് എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ. नेक्स्ट क्वेश्चन, लेखक के इस कथन से कि तीसरी कसम फिल्म कोई सच्चा कवि हृदय ही बना सकता था, आप कहाँ तक सहमत है, स्पष्ट कीजिए. ലേഖകൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ പറഞ്ഞത് എന്താണത്? തീസരി കസം എന്ന ഫിലിം ഒരു ശരിയായിട്ടുള്ള കവി ഹൃദയനെ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്, അത് നിങ്ങൾ ഏതുവരെ പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം അതിനോട് യോജിക്കുന്നു? സ്പഷ്ട കീജിയെ. ലേഖക് के इस कथन से कि तीसरी कसम ഫിലിം കോയി കവി ഹൃദയ ഹി ബനാ സക്താ താ സേ, ആ ക്വസ്റ്റ്യനിലുള്ള അതേ സെൻറ്റൻസ് ആണ്. ഹം പൂരി തരഹ സെ സഹമത് ഹെ, ഞങ്ങൾ മുഴുവനായിട്ടും യോജിക്കുന്നു എന്നാണ് പറയുന്നത്. ക്യോങ്കി കവി കോമൾ ഭാവനാവോസെ ഓത് പ്രോത് ഹോത്താ ഹെ. എന്തുകൊണ്ടെന്നാൽ കവി കോമളമായിട്ടുള്ള ഭാവനകൾ അഥവാ ഫീലിങ്സ് അതുകൊണ്ട് നിറച്ചതായിരിക്കും. ഓത് പ്രോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർഫ്ലോട്ടോ, നിറയുമല്ല അതിലും നിറഞ്ഞു കവിഞ്ഞതായിരിക്കും അങ്ങനെയുള്ള ഫീലിങ്സ് കൊണ്ട്. ഉസ്മേ കരുണ ഏവം സാദഗി और उसके विचारों में शांत नदी का प्रवाह तथा समुद्र की गहराई का होना जैसे गुण कूट कर भरे होते हैं. പിന്നെന്താണ് അതിലുള്ളത്? കരുണ എവം സാദഗി, കരുണാഭാവം, പിന്നെ സാദഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരളത, സിംപ്ലിസിറ്റി അഥവാ നിഷ്കളങ്കത എന്നൊക്കെ പറയാം, ഭോലാപ്പൻ എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ വിചാരങ്ങൾ, തിങ്കിങ്സിൽ എന്താണ്, ശാന്ത് നദി കാ പ്രവാഹ, ഒരു ശാന്തമായ നദിയുടെ ഒഴുക്കും പിന്നെ സമുദ്രത്തിൻ്റെ ആഴവും, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ കൂട്ടുകർ ബരെ ഹോത്തേ ഹേ പറഞ്ഞാൽ കുത്തി നിറച്ചിരിക്കുകയാണ് അതിൽ. ऐसे ही विचारों से भरी हुई तीसरी कसम एक ऐसी ഫിലിം ഹെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളെല്ലാം കൂടി നിറഞ്ഞ ഒരു ഫിലിമാണ് തീസരി കസം. അതിൽ ജിസ്മേ ന കേവൽ ദർശകോं की रुचियों को ध्यान रखा गया है, അതിൽ കാണികളുടെ ഇൻട്രസ്റ്റിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്, പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് കാണിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ബൽക്കി ഉൻകി ഗലത് രുചിയോ കോ പരിഷ്കൃത് സുധാരണ കർണേ കി ഭി കോശിഷ് കി ഗയി ഹെ. അതുമാത്രമല്ല അവരുടെ കാണികളുടെ തെറ്റായിട്ടുള്ള ഇൻട്രസ്റ്റ്, പറഞ്ഞാൽ അവർ തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്ന ആ കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള പരിഷ്കാരങ്ങളെ മാറ്റാനും കൂടിയിട്ട് പറഞ്ഞാൽ അതും കൂടി എടുത്തു കാണിക്കാൻ അതിൽ പ്രയത്നിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസറും ഭാഷ അധ്യയനം അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ.